എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുഖത്താണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നതാണ്, ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൽ ലിങ്ക് ഉണ്ട്, പേജിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, വെറുതെ അയച്ചു തന്നാലും മതി. ഇഷ്ടമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്തിട്ട് റിവ്യൂ ചെയ്ത് നമുക്ക് ഇടാം. അപ്പോൾ അത് ഇനി വലിച്ചു നീട്ടാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തക്കാളിയാണ്, അതൊരു പീസ് എടുക്കുക. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ വെർട്ടിക്കൽ മോഡായി പോയിട്ട് അതാണ് നിങ്ങൾക്ക് വീഡിയോ ഇത്തിരി പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തേൻ ഉണ്ടല്ലോ, തേൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരിപ്പൊടി, ഇത് നാലുമാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പാക്കിൻ്റെ കൂട്ട് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആകെ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ചേച്ചി കയ്യിലാണ് ഇട്ട് കാണിച്ചത്, ഞാൻ മുഖത്താണ് ഇട്ട് കാണിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം ആ ചേച്ചി പറഞ്ഞേക്കുന്നത് നല്ല തിക്ക് ലെയർ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നല്ല തിക്ക് ലെയറാണ് ഇന്ന് മുഖത്ത് ഇടുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക, ഒരു കമൻറ്റൊക്കെ ഇടുക. അതൊക്കെ ഒരു സന്തോഷമല്ലേ? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻസിൽ അറിയിച്ചാൽ നമുക്ക് അതനുസരിച്ചിട്ട് ഭാവിയിലുള്ള വീഡിയോസിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യണം, ഏതെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ലിങ്ക് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് അയച്ചു തരാം. അല്ലെങ്കിൽ കമൻസിൽ ഇട്ടാലും മതി. കമൻസിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റോ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ ഇട്ട് തന്നാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്കപ്പോൾ അതനുസരിച്ച് വീഡിയോ ചെയ്തിടാലോ. അങ്ങനെ ഇതാ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ നല്ല തിക്ക് ലെയർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ടതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ആക്കണം, എങ്കിലാണ് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം വലിഞ്ഞു പോകുന്നൊരു കൺസിസ്റ്റൻസി അല്ല, നല്ല ഇപ്പോഴും ഇങ്ങനെ കണ്ട ഈ ഒരു ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് തുടച്ച് നോക്കാം. മൊത്തം കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. മാറ്റം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഫീൽ ചെയ്തത് ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത്ര ഡിഫറൻസ് തോന്നുമെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല. എനിക്കൊരു ചെറിയൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുഖം ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നൂലേ, അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് വെളുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തത് ഏത് വീഡിയോ വേണമെന്നുള്ളത് ഒന്നല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ലിങ്ക് അയച്ചു തരാം, നമുക്ക് ചെയ്തിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.